മക്കളെ, നമുക്ക് ഇന്ന് കഴിഞ്ഞ 6ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ, ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ കീ നോക്കാം. 2025-26 6ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് നടന്ന എക്സാമാണ്, അതിൻ്റെ ആൻസർ കീ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം വന്നിരിക്കുന്നത്, ഉൽട്ടാ പുൽട്ടാ കവിത की ये पंक्तियां पढ़ें और प्रश्नों के उत्तर लिखें. ഉൽട്ടാ പുൽട്ടാ എന്ന കവിതയിലെ തന്നിരിക്കുന്ന വരികൾ നന്നായിട്ട് വായിച്ചതിന് ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. चीमटी गिरती मकड़े गिरते गिरगिट गिरते और संभलते. गिरने पर वे साहस गोकर कभी न अपनी आंखें मलते. गिरने और बिछड़ने पर जो हिम्मत गोते पछताते हैं. धूल झाड़ जो तुरंत संभलते वे जीवन में सुख पाते हैं. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. യഹ് ആശയ വാലി പങ്ക്തിയാം കവിതാംശസേ ചുൻകർ ലിഖേം എന്നാണ് ചോദ്യം. ഈ ആശയം വരുന്ന വരികൾ കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആശയം എവിടെയാണുള്ളത്? താഴെയാണുള്ളത് അല്ലേ? ഇതാണ് ആശയം. ഈ ആശയം വരുന്ന വരികളാണ് നമ്മളോട് കണ്ടെത്തി എഴുതാൻ പറഞ്ഞത്. ഇവിടെ ഒരു വരി കണ്ടല്ലോ, ഇതാണ് ഈ ആശയം വരുന്ന വരിയാണ് പറഞ്ഞത്. അപ്പം നമുക്ക് നോക്കാം. ചീംട്ടി മക്കടെ ഗിർഗിറ്റ് ആദി ഗിർത്തെ സമയ് സ്വയം സമ്പൽത്തെ ഹെ. ഉറുമ്പ്, എട്ടുകാലി, അതുപോലെ തന്നെ ഗിർഗിറ്റ് മുതലായവ വീഴുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? സ്വയം അവർ തന്നെ സ്വയം എന്ത് ചെയ്യുന്നു? സമ്പൽത്തേഹ എന്നാണ് പറഞ്ഞത്. സ്വയം അവരെ എഴുന്നേൽക്കുന്നു. നമ്മൾ ആ കവിതയിൽ പഠിച്ചതാണല്ലേ, അവർ സംയമനം പാലിക്കുന്നു എന്ന് പറഞ്ഞതാണ്. ആ അർത്ഥം വരുന്ന വരികളാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മുകളിലെ 2 വരിയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ചീംട്ടി ഗിർത്തി മക്കടെ ഗിർത്തെ ഗിർഗിറ്റ് ഗിർത്തെ അവർ സമ്പൽത്തേഹെ. ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. എല്ലാവരും ഇത് തന്നെയല്ലേ എഴുതിയത് അല്ലേ? കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. സഹി മിലാനാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ചോദ്യമാണ് സഹി മിലാൻ. ചോദ്യം നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ആൻസറായിട്ട് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 3 എണ്ണമാണ് ഇതിനു വേണ്ടി നമുക്ക് അതിന് യോജിക്കുന്നത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചോദ്യം വായിക്കാം. മക്കടെ ഔർ ഗിർഗിറ്റ് ഗിർത്തെ ഹേ. മക്കടെ और गिरगिट गिरते हैं अपने आप संभलते हैं അല്ലേ? ആ 2 വരി ഫസ്റ്റിലെ വരിയിൽ തന്നെ ഉണ്ട്. ചീംട്ടി മക്കടെ ഗിർത്തെ ഗിർഗിറ്റ് ഗിർത്തെ और संभलते അല്ലേ? അപ്പം എന്താണ് ചെയ്യുന്നത്? അവർ സ്വയം സമ്പൽത്തെ ഹേ. ആ വരിയാണ് എന്ത് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇത് രണ്ടും ഇങ്ങനെയാണ് നമ്മൾ ചേർത്ത് എഴുതേണ്ടത്. അടുത്തത് വരുന്നത് ജോ ഹിമ്മത്ത് ഗോത്തേ ഹേ വേ പശ്ചാത്തേ ഹേ എന്നാണ്. ധൈര്യം നഷ്ടപ്പെടുന്നവർ എന്ത് ചെയ്യുന്നു? പശ്ചാത്തപിക്കുന്നു. വേ പശ്ചാത്തേ ഹേ. ജോ തുരന്ത് സമ്പൽത്തേ ഹേ ജോ ജീവൻ മേ സുഖ് പാത്തേ ഹേ. പെട്ടെന്ന് സംയമനം പാലിക്കുന്നവർക്ക് ജീവിതത്തിൽ എന്തുണ്ടായിരിക്കുന്ന പറഞ്ഞത്? സുഖം നേടാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഈ നീല, പിന്നെ ഈ പച്ചത, ഇങ്ങനെ വരുന്നു ചുവപ്പുത. ഓക്കെ, അപ്പം അങ്ങനെയാണ് അതിൻ്റെ നമ്മൾ മിലാൻ ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. മുന്നോക്കി സ്വതന്ത്രത കഹാനി തന്നിരിക്കുന്ന ഭാഗമാണിത്. അത് നന്നായിട്ട് വായിക്കുക. മുന്നോക്കി സ്വതന്ത്രത എന്ന കഹാനിയിലെ ഭാഗം വായിക്കാം. മേം അബി ജവഹർലാൽ ജി കോ चिट्ठी लिखता हूँ कि आप कहते हैं कि स्वतंत्रता मिल गई, किंतु मुझे तो रत्ती भर भी स्वतंत्रता नहीं मिली. आप तुरंत अम्मा को लिख दीजिए जिससे वह मुझे स्वतंत्रता दे दे. ആണോ? ഇത്രയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. സഹി വികൽപ്പ് എഴുതാനാണ് ചോദ്യം. മുന്നു ജവഹർലാൽ ജിക്കോ ചിട്ടി ലിഖത്താ ഹെ. മുന്നു എന്ത് ചെയ്യുന്നു? ജവഹർലാൽ ജിക്ക് കത്ത് എഴുതുന്നു. ശരിയാണല്ലേ? നമ്മൾ ഈ പാഠത്തിൽ മുന്നു ജവഹർലാൽ ജിക്ക് കത്ത് എഴുതുന്നതായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം അത് ശരിയാണ്. അടുത്തത് മുന്നു കോ ലഗ്താ ഹേ ഉസ്കോ സ്വതന്ത്രത നഹി മിലി. മുന്നുവിന് തോന്നി. എന്താണ് തോന്നിയത്? മുന്നുവിന് തോന്നിയ കാര്യം അവൾക്ക് ഉസ്കോ മുന്നുവിന് എന്തില്ല? സ്വതന്ത്രത നഹീമില്ല. സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. മുന്നുവിന് മാത്രം സ്വാതന്ത്ര്യം ഇല്ല എന്ന് മുന്നുവിന് തോന്നാൻ തുടങ്ങി അല്ലേ? അത് ശരിയാണ്. മുന്നു പറയുന്നുണ്ട് എനിക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പം അത് രണ്ടും ശരിയാണ്. ഇത് രണ്ടും തെറ്റാണ്.
തെറ്റാണ്. നമുക്ക് വായിച്ചു നോക്കാം. മാം ജവഹർലാൽ ജിക്കോ ചിട്ടി ലിഖിതി ഹെ എന്നാണ് പറഞ്ഞത്. അമ്മ ജവഹർലാൽ ജിക്ക് കത്തെഴുതുന്നു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. അടുത്തത് ജവഹർലാൽ ജി മുന്നു കോ ചിട്ടി ലിഖിത്തെ ഹെ. ജവഹർലാൽ ജി മുന്നുവിന് കത്തെഴുതുന്നു. അതും നമ്മുടെ പാഠത്തിൽ സംഭവിച്ച കാര്യമല്ല അല്ലേ? അപ്പൊ അത് രണ്ടും ശരിയല്ല. ശരിയായിട്ടുള്ളത് ഈ മുകളിൽ പറഞ്ഞ രണ്ടെണ്ണാണ്. അപ്പൊ നമുക്ക് എന്താണ് ആ, അതുപോലെ തന്നെ ആ, ഇതാണ് ശരിയായി വരുന്നത്. കണ്ട, ആ ഓർ ആ സഹി ഹെ. അടുത്തത് നോക്കാം. മുന്നുനെ ജവഹർലാൽ ജി കോ ചിട്ടി ലിഖി ചിട്ടിക്ക് പൂർത്തി കരേം. മുന്നു ആർക്ക് കത്തെഴുതുന്നു? ജവഹർലാൽ ജിക്ക് കത്തെഴുതുന്നു. ആ കത്ത് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കത്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പഠിച്ചതാണ്. ഇതേ ചോദ്യം തന്നെ നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ അതുപോലെ കാണാതെ പഠിച്ച കുട്ടികൾ ഉണ്ടായിരിക്കും. അവർ അതുപോലെ എഴുതിയിട്ടും ഉണ്ടായിരിക്കും അല്ലേ? അങ്ങനെ എഴുതാത്തവർ, ഏകദേശം കറക്കി കുത്തി എഴുതുന്നവർ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? പ്ലേസും ഡേറ്റും എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലേ? ഇവിടെ പ്ലേസ് എഴുതിയിട്ടുണ്ടായിരിക്കും, ഇവിടെ ഡേറ്റ് എഴുതിയിട്ടുണ്ടായിരിക്കും. ഇവിടെ എന്താണ് എഴുതിയിട്ടുണ്ടായിരിക്കുക? പ്രിയമിത്ര ആണെങ്കിലാണ് നമ്മൾ പ്രിയമിത്രന് എഴുതുക അല്ലേ? അപ്പോൾ ഇവിടെ ആർക്കാണ് എഴുതുന്നത്? ജവഹർലാൽ ജിക്ക്. അപ്പോൾ ഇവിടെ എന്ത് എഴുതും? ജവഹർലാൽ ജി എന്ന് എഴുതൂ അല്ലേ? പിന്നെ നമ്മളിവിടേക്ക് എന്താ എഴുതുന്നത്? നമ്മൾ അതിൽ പഠിച്ച പോലെ തന്നെ നമ്മൾ ആ കത്തിൽ നമ്മൾ എന്താണോ പഠിച്ചത് അത് അതുപോലെ ഇങ്ങോട്ടേക്ക് എഴുതാം. പിന്നെ ലാസ്റ്റ് ഇവിടെ എന്താണ്? അഡ്രസ്സ് എഴുതാം. ആരുടെ അഡ്രസ്സാണ് ഇവിടെ എഴുതേണ്ടത്? ഇവിടെ നിങ്ങൾക്ക് എഴുതാൻ തന്നിട്ടില്ല, ഇവിടെ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ആരുടേതാണ് എഴുതേണ്ടത്? എഴുതുന്ന ആൾ ആരാണോ അയാളാണ് ഇവിടെ അയാളുടെ പേരാണ് എഴുതേണ്ടത്. ആരാണ് എഴുതുന്നത്? മുന്നു ആണ് എഴുതുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ട പേരെന്താണ്? മുന്നു എന്നാണ് ഇവിടെ നമ്മൾ എഴുതേണ്ട പേര്. ഇവിടെ ഫസ്റ്റ് തന്നെ ആബ്ക എന്ന് എഴുതാം. ആബ്ക പറഞ്ഞാൽ താങ്കളുടെ. ആബ്ക, പിന്നെ പേരെഴുതാം അല്ലേ? ആബ്ക മുന്നു, താങ്കളുടെ മുന്നു എന്നെഴുതാം. ആബ്ക മുന്നു എന്നെഴുതാം. ഇനി ഈ കത്ത് അതുപോലെ പഠിക്കാത്ത മക്കൾക്ക് നമ്മളിതാ ഈ തന്നിരിക്കുന്ന സ്പേസിലേക്ക് എഴുതാൻ ഇവിടെ നിങ്ങൾക്കിതാ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ടല്ലോ. ആ പാരഗ്രാഫ് തന്നെ നിങ്ങൾ ഇവിടേക്ക് എടുത്തെഴുതിയാലും മതി. ഇവിടെ തന്നിരിക്കുന്നതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചതുപോലെ എഴുതണം. പിന്നെ ഇവിടേക്ക് ഈ തന്നിരിക്കുന്ന വരികൾ നമ്മുടെ ലെറ്ററിലുള്ള വരികൾ തന്നെയാണ്. മേ അബി ജവഹർലാൽ ജിക്കോ ചിട്ടി ലിഖ്താ ഹൂം കി, ഇത് വേണ്ട. ഞാനിപ്പോൾ ജവഹർലാൽ ജിക്ക് കത്തെഴുതുന്നു. അബ് കഹത്തെ ഹേ കി സ്വതന്ത്രത മിൽ ഗയി. അപ്പോൾ ഇവിടെ ഈ ഒരു വരി നമ്മൾ എടുക്കണ്ട കേട്ടോ. ഇവിടെ നിന്ന് എഴുതാം. ആപ്പ് കഹത്തെ ഹേ, താങ്കൾ പറഞ്ഞിരുന്നല്ലോ സ്വാതന്ത്ര്യം കിട്ടിയെന്ന്. കിന്തു മുജേരെത്തി, പക്ഷേ എനിക്ക് അല്പം പോലും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് തുടങ്ങുന്നുണ്ടല്ലോ. അവിടെ മുതൽ ഇവിടം വരെ നിങ്ങൾക്ക് കത്തിന് വേണ്ടിയിട്ട് എഴുതാം ഈ തന്നിരിക്കുന്ന ഭാഗത്ത്. അങ്ങനെ എഴുതിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പകുതി മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതിൻ്റെ ഫോർമാറ്റും കൂടെ എഴുതണം കേട്ടോ. ഫോർമാറ്റ് നിർബന്ധമാണ്. അതിന് 2 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക. ഫോർമാറ്റ് എഴുതാതിരുന്നാൽ നിങ്ങൾക്ക് ആ 2 മാർക്ക് നഷ്ടമാകും. പിന്നെ ഇപ്പോൾ ഞാൻ കാണിച്ചതുപോലെ ഇത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഫോർമാറ്റിന് 2 മാർക്കും അതുപോലെ തന്നെ ഇപ്പോൾ ആ പാരഗ്രാഫിലുള്ളതും കൂടെ എഴുതി 2 മാർക്കും കൂടെ ആയി നിങ്ങൾക്ക് ലെറ്ററിന് എത്ര മാർക്കായി? 4 മാർക്ക് കിട്ടും. ഓക്കെ, പഠിച്ച് അതുപോലെ എഴുതിയ കുട്ടികൾക്ക് ഇതിന് എത്രയാണ് മാർക്ക് ടോട്ടൽ വരുന്നത്? 5 മാർക്കാണെങ്കിൽ 5 മാർക്ക് കൃത്യമായിട്ടും ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. നീലി ചിടിയ എന്ന കവിതയിലെ ഭാഗമാണ് തന്നിരിക്കുന്നത്. നീലി ചിടിയ എന്ന കവിതയിലെ ഭാഗം വായിക്കാം. നീലെ ആസമാൻ സെ ഉദരി നീലി ഏക് നിരാലി ചിടിയ, ഗാത്തി ഉടനെ വാലി ചിടിയ, ഉടുത്തി ഗാനെ വാലി ചിടിയ. നീല ആസമാൻ സെ കോൻ ഉദരി എന്നാണ് ചോദ്യം. നീലാകാശത്ത് നിന്ന് ഇറങ്ങിയത് ആര്? കോൻ പറഞ്ഞ ആരാണ് ഇറങ്ങിയത്? ചിടിയ അല്ലേ? ആരാണ് ഇറങ്ങിയത്? ചിടിയാണ് ഇറങ്ങിയത്. നീലി ഏക്ക് നിരാലി ചിടിയ എന്ന് എഴുതാം. ഫുൾ എഴുതിയാലും ശരിയാണ്, ചിടിയ എന്ന് മാത്രം എഴുതിയാലും ശരിയാണ്. അടുത്തത് സഹി പ്രസ്താവ് ചുൻകർ ലിഖേം ആണ്. ശരിയായ പ്രസ്താവന ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ശരിയായത് മാത്രം പറയാം. ചിടിയ നിരാലി ഹേ, ശരിയാണ്. അതുപോലെ തന്നെ ചിടിയ ഉടുക്കർ ഗാത്തി ഹേ, ശരിയാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത്. ഓക്കെ, ഈ ആയും അതുപോലെ തന്നെ ഈയുമാണ് ശരിയായിട്ട് വരുന്നത്. ഇനി അടുത്തത് തന്നിരിക്കുന്നത് കവിതാംശിക ആശയ ലിഖേം എന്നാണ്. കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ പഠിച്ചതാണ്, ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഏത് കവിതയുടെ? നീലി ചിടിയ എന്ന കവിതയുടെ ആശയം നമ്മൾ പഠിച്ചതല്ലേ? അപ്പോൾ ആ പഠിച്ചത് അതുപോലെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അടുത്തത് നോക്കാം.
കവിതയുടെ ആശയം എഴുതാനാണ് അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ കവിതയുടെ ആശയം എഴുതേണ്ടത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം, നിങ്ങളത് പഠിച്ചതാണ്. എങ്കിലും പറയാം, കവിതയുടെ ആശയം എഴുതുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ കവിതയുടെ പേരെഴുതണം, കവിതയുടെ കവി ആരാണ് എന്ന് എഴുതണം. നീലി ചിടിയ എന്ന കവിത എഴുതിയത് ആരാണ് എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അങ്ങനെ ഒരു സെൻറ്റൻസ് എഴുതിയതിന് ശേഷം പിന്നെ നമ്മളതിനെ ഈ തന്നിരിക്കുന്ന വരികളെ അതിൻ്റെ ആശയം എഴുതുകയാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ പഠിച്ചതാണ്, ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിൽ നമ്മൾ പഠിച്ചതാണ് നീലി ചിടിയുടെ കവിതയുടെ ആശയം. അത് നിങ്ങൾ അതുപോലെ എഴുതിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. കവിതയുടെ പേരും കവിയുടെ പേരും എഴുതാൻ മറക്കരുത്. അടുത്തത് വരുന്നത് മറന്നിട്ടുണ്ടാവില്ലല്ലോ. അടുത്തത് ക്വസ്റ്റ്യൻ ആണ്. മിലെ സബ്കോ എന്ന കവിതയിൽ നിന്നാണ് തന്നിരിക്കുന്നത്. ബഹുത്ത് സരൂരി ഹെ മിലെ സബ്കോ പങ്ക് और उड़ने के लिए गुला एक आसमान उससे भी ज्यादा സരൂരി की मिले सबको जीने के लिए जमीन. അത്രയാണ് വരികൾ തന്നിരിക്കുന്നത്. ചോദ്യം നോക്കാം. ആകാശ് के लिए കവിത में प्रयुक्त शब्द कौन सा है എന്നാണ് ചോദ്യം. ആകാശത്തിന് കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്ന ശബ്ദം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആകാശം എന്ന അതേ അർത്ഥം വരുന്നത് കവിതയിൽ എന്താണ്? ആസമാൻ. ബഹുത്ത് സരൂരി ഹെ മിലെ സബ്കോ പങ്ക് ഉടനെ കേലി. ആസമാൻ അല്ലേ, ഇവിടെ ആസമാൻ വന്നിട്ടുണ്ട്. അപ്പം എന്താണ്, ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്, ആസമാൻ. ആകാശം എന്നതിന് ആസമാൻ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ആസമാൻ പറഞ്ഞാലും എന്താണ്, ആകാശമാണ്. അടുത്തത് ജീനെ കേലിയ സബ്കോ ക്യാ സ്യാദാ സരൂരി ഹെ. ജീവിക്കാൻ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് എന്താണ്? ജമീൻ, ഭൂമി അല്ലേ. എന്താ ജീനെ കേലിയ ജമീൻ, ഈ വരിയിൽ കണ്ടില്ലേ. അപ്പം എന്താണ്, ഭൂമിയാണ്. ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്കാം. കവിതാക്ക ആശയ ലിഖിയം എന്നാണ്. കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മിലെ സബ്കോ എന്ന കവിതയുടെ ആശയം എഴുതുക. അതിന് മുമ്പ് നമ്മൾ നീലി ചിടിയ എന്ന കവിതയുടെ ആശയം എഴുതാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നീലി ചിടിയ എന്ന കവിതയുടെ ആശയമോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് എഴുതുന്നവർ ഇത് എഴുതണ്ട, അതിലേതെങ്കിലും ഒന്ന് എഴുതാം. ഇതിലേതെങ്കിലും ഒന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 5 സാർത്ഥക് ശബ്ദ ടൂണ്ടേം ലിഖേം എന്നാണ്. 5 അർത്ഥവത്തായിട്ടുള്ള ശബ്ദം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തത് നോക്കാം. 5 എണ്ണമല്ല, നമുക്ക് എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്? 2, 4, 6, 8 എണ്ണം കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ നോക്കാം. ഗാസ് പറഞ്ഞ പുല്ല്, ഇതാ ഇങ്ങനെ വരും. ഗാസ് പറഞ്ഞതാണ് പുല്ല്, അർത്ഥമുള്ളതാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത് അല്ലേ. ബാസാർ, ഇതാ ഇങ്ങനെ വരും. ബാസാർ പറഞ്ഞാൽ എന്താണ്? അങ്ങാടിയാണെന്ത്? ബാസാർ. ഇനി അടുത്തത് ഔരത്താണ്. ഔരത്ത് പറഞ്ഞ എന്താണ്? സ്ത്രീയാണ് അല്ലേ. സ്ത്രീയാണ് ഔരത്ത്. അടുത്തത് വരുന്നത് മച്ചുവാരിനാണ്. മച്ചുവാരിൻ, ഇവിടെ ഞാൻ ഉണ്ട് കേട്ടോ. മച്ചുവാരിൻ പറഞ്ഞാൽ എന്താണ്? മുക്കുവത്തി. മച്ചുവാര പറഞ്ഞ മുക്കുവൻ അല്ലേ. മച്ചുവാരിനാണ് ഇവിടെ, മച്ചുവാരിൻ. അടുത്തത് മച്ചലിയാണ്. എന്താ മച്ചലി പറഞ്ഞാല്? മത്സ്യം. മച്ചലി പറഞ്ഞ എന്താണ്? മത്സ്യം, മീനിനെയാണ് മച്ചലി എന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് രാത്താണ്. രാത്ത് പറഞ്ഞാൽ എന്താണ്? രാത്ത് പറഞ്ഞാൽ രാത്രി. ബൂഢി പറഞ്ഞാൽ എന്താണ്? വൃദ്ധ. ദാല് പറഞ്ഞ പരിപ്പ്. അപ്പം അത്രയാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി നോക്കാം. ഇച്ചു और बिनिया कहानी का अंश पढ़ें और प्रश्नों के उत्तर लिखिए എന്നാണ് അടുത്ത ചോദ്യം. ഇച്ചു और बिनिया എന്ന കഹാനിയിലെ ഭാഗമാണ്. घूमते अगर कोई चिमटी मिठाई के पास पहुंच जाए तो सबको बता देती है. वो अकेले दौड़े ही गा सकती है. सब मिलकर गाती है, मिलकर घर बनाती है, मिलकर रहती है. तब तो मुझको भी चिमटी बननी है, बिनिया बोली. അത്രയാണ് തന്നിരിക്കുന്നത്. ചോദ്യം നോക്കാം. മിഠായി മിൽനെ പർ ചിംടി ക്യാ കർത്തി ഹെ. മിഠായി ലഭിച്ചാൽ ഉറുമ്പ് ചെയ്യുന്ന കാര്യം എന്താണ് എന്നാണ് ചോദ്യം. എന്താണ് ചെയ്യുന്നത്? സബ്കോ ബതാ ദേത്തി ഹെ. എല്ലാവരെയും വിവരം അറിയിക്കുന്നു അല്ലേ. എല്ലാവരെയും വിവരം അറിയിക്കുകയാണ് ചെയ്യുക. ഒറ്റയ്ക്ക് കഴിക്കുകയോ അല്ല, എല്ലാവരെയും കൂടെ വിവരം അറിയിച്ചിട്ട് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുക? മിഠായി തിന്ന, ജിലേബിയോ എന്തെങ്കിലുമൊക്കെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കുറേ കൂട്ടത്തോടെ വന്ന് കഴിക്കും അല്ലേ. അടുത്ത ചോദ്യം വരുന്നത് കവിതാക്കെ അനുസാർ ചിംടി की विशेषताओं पर टिप्पणी
ടിപ്പണി ലിഖിയെ. ഇങ്ങനെ ഒരു ടിപ്പണി നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ, നമുക്ക് ചോദ്യം ഉണ്ടായിരുന്നില്ല, ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ചീംടി കി വിശേഷതാओं पर ടിപ്പണി ലിഖേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ പഠിക്കാതെ പോയി എക്സാം എഴുതത് ഇതെങ്ങനെ ചെയ്യണം എന്നറിയാത്തവർക്ക് ഏകദേശം മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക. ടിപ്പണി എഴുതുമ്പോൾ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസുകളൊക്കെ നമുക്ക് ടിപ്പണിയിലേക്ക് എടുക്കുക. ആദ്യം തന്നെ ചിംടി കി വിശേഷതായേം എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുക്കുക. ചിംടി കി വിശേഷതായം എന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് അവിടെ പറഞ്ഞിരിക്കുന്നത് ഗുംതേ ഗുംതേ അഗർ ചീംടി കി കൈ വിശേഷതായേ ഹേ എന്ന് കൊടുക്കുക ഫസ്റ്റ് സെൻറ്റൻസ് കേട്ടോ. ഇനി അങ്ങനെ നിങ്ങൾക്ക് സ്വയം എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഗുംതേ ഗുംതേ അഗർ കോയി ചീംടി മിഠായി കെ പാസ് പहुंच जाया तो सब तो बता देती है, वे अकेले थोड़ी ही गा सकती है, सब मिलकर गाती है, मिलकर घर बनाती है, मिलकर रहती है. ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഇതിൽ നിന്നും എടുത്തിട്ട് ആ ടിപ്പണിയിലേക്ക് വേണ്ടി എഴുതാം. ഓക്കെ, ഇത്രയും ഭാഗം ടിപ്പണിന്ന് എഴുതിയിട്ട് ടിപ്പണിക്ക് ഒരു ഹെഡിങ്ങും കൊടുക്കുക. എന്നിട്ട് ഇത്രയും ഭാഗവും ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ടിപ്പണിക്ക് എത്രയാണോ മാർക്ക് അതിൻ്റെ പകുതി മാർക്ക് തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ താഴെ വരുന്നുണ്ട്, പക്ഷേ അത് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ല, ക്വസ്റ്റ്യനിൽ അത് മിസ്സായി പോയി. അപ്പം ഇത്രയും ഭാഗമാണ് ക്വസ്റ്റ്യൻ കിട്ടിയത്, അത്രയും ഭാഗം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.